പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഇന്നേ ദിനം ഈ വചന പ്രഘോഷണത്തിലും ഈ ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കാൻ ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ എല്ലാവരുടെ മുമ്പിൽ എഴുന്നള്ളി വന്നിരിക്കുക. ഈശോ, ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. ഈ ശുശ്രൂഷയിലൂടെ നീ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് കർത്താവ്, ഇപ്പോഴീ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം അവരുടെ സങ്കടങ്ങൾ, അവരുടെ പ്രാർത്ഥനകൾ ഈ നിമിഷം നിന്റെ സന്നിധിയിലേക്ക് ഉയരുകയാണ്. ഈശോയെ, നീ സത്യമായിട്ട് ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുക. ഇവിടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ പ്രാർത്ഥനയിലൂടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന ഓരോ മക്കളെയും ഞാൻ നിന്റെ അടുത്ത് സമർപ്പിക്കുക. അവരുടെ കെട്ടുകൾ അഴിച്ചു കൊടുക്കണം. അവരുടെ കുഞ്ഞുങ്ങളുടെ പഠന തടസ്സങ്ങൾ, ജോലി തടസ്സങ്ങൾ അഴിച്ചു കൊടുക്കണം. അവരുടെ കുടുംബത്തിലെ ബന്ധനങ്ങൾ അഴിച്ചു കൊടുക്കണം. അവരുടെ മേലുള്ള കൂടോത്രകളും ശാപങ്ങളും പ്രാക്കുകളും അഴിച്ചു കൊടുക്കണം. കർത്താവെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ മൂലം നട്ടം തിരിയുന്നവരെ അവരുടെ മേൽ കരുണയായിരിക്കണം. പറമ്പിൻ്റെ വീടിൻ്റെ കച്ചവടത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് 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 മടുത്തിരിക്കുന്നവരെ കർത്താവെ അവരുടെ കാര്യത്തിൽ ഇടപെടണം. അവിടുന്ന് ഇടപെടുന്നുണ്ട്, ഒരുപാട് സാക്ഷ്യങ്ങൾ തരുന്നുണ്ട്. അതിനൊക്കെ നന്ദി പറയുക. ഇനി എത്രയോ പേര് പ്രാർത്ഥിക്കുന്നു. ജപ്തിയുടെ വക്കത്താണ് കർത്താവെ, ജപ്തിയുടെ മുൻപിലാണ് കർത്താവെ. എന്ത് ചെയ്യണമെന്നറിയാതെ വിറങ്ങലിച്ച് നിൽക്കുക. വീട്ടിൽ തീർക്കാനാവാത്ത കടങ്ങളാണ് കർത്താവെ. നീ കരുണ കാണിക്കണം. ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കണം. എത്രയോ ശത്രുക്കളാ കുടുംബം തകർക്കാൻ വേണ്ടി പരദൂഷണം വന്ന് ശുശ്രൂഷകളെ തകർക്കാൻ. അങ്ങനെ ദുഷ്ടാരൂപികളെ കർത്താവെ അവിടുന്ന് തകർത്ത് കളയണം. പേരുദോഷം വരുത്തുന്ന, ജോലിക്ക് തടസ്സം നിൽക്കുന്ന, കച്ചവടത്തിന് തടസ്സം നിൽക്കുന്ന, കല്യാണത്തിന് തടസ്സം നിൽക്കുന്ന, ഉയർച്ചയെ തടസ്സപ്പെടുത്തുന്ന എല്ലാ നാരകീയ അന്ധകാര സാത്താൻ ശക്തികളെ ഈശോയെ നീ ഇന്ന് ബന്ധിക്കണം. നീ ഇവിടെ സന്നിഹിതനാണ്. നിനക്ക് നന്ദി പറയുക. ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന ഇത് നിന്റെ ആഗ്രഹപ്രകാരമുള്ളതാണെന്ന് ലോകമറിയാൻ ഇന്ന് ഈ മക്കളുടെ ജീവിതത്തിൽ അത്ഭുതം നടത്തി കൊടുക്കണം. അവരുടെ രോഗങ്ങളുടെ മേൽ കർത്താവ് ഇടപെടണം. കർത്താവ്, ക്യാൻസർ രോഗികൾ, കർത്താവ് ട്യൂമർ ബാധിതർ, കർത്താവ് അലർജി രോഗങ്ങൾ, കർത്താവ് ശരീരത്തിൽ ഇങ്ങനെ മുഴകൾ വരുന്ന അവസ്ഥകൾ, ഈശോയെ ജോലിയെടുക്കാൻ പറ്റാത്ത അവസ്ഥ, ഡിസ്ക് വളഞ്ഞു പോയ അവസ്ഥ, എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥ, ഈശോയെ വാതരോഗങ്ങൾ, തളർവാദ രോഗങ്ങൾ, കർത്താവ് പാൻക്രിയാസിൻ്റെ രോഗം, ലിവറിൻ്റെ രോഗം, കിഡ്നിയുടെ രോഗങ്ങൾ, കർത്താവെ തൈറോയിഡിൻ്റെ രോഗങ്ങൾ, കർത്താവെ മാനസിക രോഗങ്ങൾ, ടെൻഷൻ രോഗങ്ങൾ, ജീവിക്കാൻ പറ്റാത്ത വിധത്തിൽ എത്രയോ മനുഷ്യരെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. കർത്താവെ, ഈ നിയോഗങ്ങൾ അവിടെ നിന്ന് സാധിച്ചു കൊടുക്കണം. ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കുക. ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ, വിസ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ, വിദേശത്ത് PR കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ, കേസിലൊക്കെ കുടുങ്ങിക്കിടക്കുന്ന ദമ്പതികൾ, ആ കുടുംബ തകർച്ച നേരിടുന്ന ദമ്പതികൾ, അങ്ങനെ പെട്ടുകിടക്കുന്ന മക്കൾ, ഈശോ നീ കരുണയായിരിക്കണം. നിന്റെ ശക്തി അവരിലേക്ക് ഒഴുകണം. ഒരഭിഷേകം കൊടുക്കണം. ഇന്ന് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ ഈ വചനം കേൾക്കുന്ന മക്കളെല്ലാം അനുഗ്രഹിക്കപ്പെടണം. അവരുടെ കുഞ്ഞുങ്ങൾ പഠിക്കണം. കർത്താവ്, നന്നായിട്ട് പരീക്ഷ എഴുതാനുള്ള വരം കൊടുക്കണം. അതിൽ വിജയിക്കാനുള്ള വരം കൊടുക്കണം. അലസതയും മടിയും മാറണം. കുഞ്ഞുങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ബന്ധനം മാറ്റി കൊടുക്കണം. അതുപോലെ തന്നെ പല കുടുംബനാഥന്മാരും പലരും ഷെയർ മാർക്കറ്റിൽ അടിമകളായി പോകുന്നു. മൊബൈൽ ഫോണിൽ ഗെയിമുകൾക്ക് അടിമയായി പോകുന്നു. കാശ് വെച്ചുള്ള ചീട്ടുകളിക്ക് അടിമയായി പോകുന്നു. അങ്ങനെ കുടുംബം തകർക്കുന്നു. ചില കുടുംബങ്ങൾ തകർക്കപ്പെടുന്നത് ഈശോ മദ്യപാനം മൂലം. മകൻ ലഹരി കഴിച്ചതുകൊണ്ട്, അത് ലഹരി വിൽപ്പന നടത്തുന്നതുകൊണ്ട് എത്രയോ കുടുംബങ്ങൾ തകർന്ന്, എത്രയോ പേര് ജയിലിൽ കിടക്കുന്നു. ഈശോ അതിൽ നിന്ന് വിടുതൽ കൊടുക്കണം. അതുപോലെ തന്നെ തെറ്റായ ബന്ധങ്ങൾ, തെറ്റായ കാര്യങ്ങൾ,
സംശയങ്ങൾ, ആകുലതകൾ, ടെൻഷൻ, ബന്ധുക്കളിൽ നിന്നുള്ള അസ്വസ്ഥതകൾ, ചെറുക്കനും പെണ്ണിനും ജീവിക്കാൻ പറ്റാത്ത വിധത്തിൽ, ആ യുവദമ്പതികളെ ജീവിക്കാൻ പറ്റാത്ത വിധത്തിലൊക്കെ വരിഞ്ഞു മുറുക്കുന്ന തിന്മകൾ, പരദൂഷകർ, കർത്താവെ അവിടുന്ന് വിടുതൽ കൊടുക്കണം. ബന്ധനങ്ങൾ അവിടുന്ന് അഴിച്ചു കൊടുക്കണം. ബാധകൾ, തിന്മകൾ, രോഗങ്ങൾ അഴിച്ചു കൊടുക്കണം. എല്ലാ കെട്ടുകളും കൊണ്ട് അഴിയണം. ബുദ്ധിയുടെ മേലുള്ള കെട്ടുകൾ അഴിയട്ടെ. ആരോഗ്യത്തിൻ്റെ മേലുള്ള കെട്ടുകൾ അഴിയട്ടെ. യേശുവെ അവരുടെ സമ്പത്തിൻ്റെ മേലുള്ള കെട്ടഴിയട്ടെ. യേശു അവരുടെ ജീവിതത്തിൻ്റെ മേലുള്ള കെട്ടുകൾ അഴിയട്ടെ. യാത്രയുടെ മേലുള്ള കെട്ടുകൾ അഴിയട്ടെ. യേശുവെ എല്ലാ തകർച്ചകളും മാറട്ടെ. യേശുവെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനം നിയമാവർത്തന പുസ്തകം 3-ാം അധ്യായം 22-ാമത്തെ തിരുവചനം. ഈശോ 22-ാമത്തെ തിരുവചനം. അവരെ ഭയപ്പെടരുത്. തിന്മകളെ, ശത്രുക്കളെ, പരദൂഷകരെ, അസൂയാലുക്കളെ, സാത്താൻ ശക്തികളെ, ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിനെ ഭയപ്പെടരുത്. എന്തെന്നാൽ നിങ്ങളുടെ കർത്താവായ ദൈവമായിരിക്കും നിനക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. അപ്പൊ മക്കളെ, ആകുലപ്പെടേണ്ട, അസ്വസ്ഥരാകേണ്ട. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യമുള്ളൂ. നിങ്ങളെ പൂർണ്ണമായിട്ട് കർത്താവിന് വിട്ടുകൊടുക്കുക. നിങ്ങളുടെ കടങ്ങളെ കർത്താവിന് വിട്ടുകൊടുക്കുക. നിങ്ങളുടെ തടസ്സങ്ങളെ കർത്താവിന് വിട്ടുകൊടുക്കുക. നിങ്ങളുടെ ശത്രുക്കളെ കർത്താവിന് വിട്ടുകൊടുക്കുക. ജോലി എടുക്കാൻ പറ്റാത്ത അവസ്ഥകളെ കർത്താവിന് വിട്ടുകൊടുക്കുക. ജോലി സ്ഥലങ്ങളിലുള്ള അസ്വസ്ഥതകളെ കർത്താവിന് വിട്ടുകൊടുക്കുക. വീടും ഭവനമില്ലാത്ത അവസ്ഥകളെ കർത്താവിന് വിട്ടുകൊടുക്കുക. അത്ഭുതം നടക്കട്ടെ. ഇന്ന് അത്ഭുതം നടക്കട്ടെ. ഇന്ന് നിങ്ങളുടെ നിയോഗങ്ങൾ അത്ഭുതം നടക്കും. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ചൊവ്വാഴ്ചയിൽ ഇവിടെ വന്ന് പങ്കെടുത്ത മക്കളുടെ നിയോഗങ്ങൾ ഇന്ന് അനുഗ്രഹിക്കപ്പെടട്ടെ. അച്ഛൻ്റെ കൺവെൻഷനിൽ പങ്കെടുത്ത് അവരെഴുതിയിട്ടിരിക്കുന്ന അപേക്ഷകൾ, യേശുവെ ഇന്ന് അത് അനുഗ്രഹിക്കപ്പെടട്ടെ. കത്തുകളിലൂടെ എല്ലാ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ നിയോഗങ്ങൾ ആശീർവദിക്കപ്പെടട്ടെ. അവരുടെ ഓരോ കണ്ണുനീരാണത് കർത്താവെ. അവരുടെ നെടുവീർപ്പാണ് കർത്താവെ. അത് നീ സാധിച്ചു കൊടുക്കണം കർത്താവെ. യേശുവെ നന്ദി. ഈശോയെ ആരാധന. പരിശുദ്ധാത്മനെ വിളിച്ച് സ്തുതിച്ച മക്കളെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിച്ച് 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവെ നന്ദി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സർവശക്തനും പിതാവുമായ ദൈവത്തിൻ്റെ നാമത്തിലും പുത്രനും കർത്താവുമായ യേശുമിശിഹായുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിൻ്റെയും ഗബ്രിയേലിൻ്റെയും റഫേലിൻ്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മധ്യസ്ഥൽ ആശ്രയിച്ചുകൊണ്ടും നിങ്ങൾ പറയണ ഈ അച്ഛൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരത്ത, കർത്താവ് എനിക്ക് ദാനമായി നൽകിയ എൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരത്ത ഈ മക്കളെ ബാധിച്ചിരിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളോടും അന്ധകാര ശക്തികളോടും ഞാൻ ആജ്ഞാപിക്കുന്നു. യുദ്ധങ്ങളെ, തകർച്ചകളെ, ബന്ധനങ്ങളെ, കടങ്ങളെ, തടസ്സങ്ങളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ ബന്ധിക്കുന്നു, നിങ്ങളെ ശാസിക്കുന്നു, നിങ്ങളെ ബഹിഷ്കരിക്കുന്നു. പൈശാചിക ശക്തികളെ, നാരകീയ ശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ, മന്ത്രവാദങ്ങളെ, കൂടോത്രങ്ങളെ, സർപ്പങ്ങളെ, അശുദ്ധാത്മാക്കളെ, ശാപങ്ങളെ, കൈവശ ശക്തികളെ ഈ മക്കളുടെ ഭവനത്തിനോ ഇവരുടെ സ്ഥാപനത്തിനോ ഇവരുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലോ അസ്വസ്ഥതകളോ ആ തടസ്സങ്ങളോ ഉണ്ടാക്കരുതെന്ന് യേശുനാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. സ്തുതിച്ച മക്കളെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തെ ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അത്ഭുതകരമായ ഡെലിവറൻസ്, അത്ഭുതകരമായ ഡെലിവറൻസ്. ഓ സാങ്ക്വേ ദാക്വേ സ്കത്തോറീഷദൽ ഖോറദ് ജിസു come sorgente della misericordia per noi confidiamo in te Gesù. പ്രിയപ്പെട്ടവരെ, വയനാട്ടിലെ നടവയലിനടുത്ത് കേണിച്ചിറയിൽ അച്ഛനെ കൺവെൻഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വയനാട്ടിലെ കേണിച്ചിറയിലേക്ക് വരാൻ പറ്റുന്ന വയനാട്ടിലുള്ള എല്ലാ മക്കളെയും സായാഹ്നത്തിൽ കേണിച്ചിറ പള്ളിയിലേക്ക് അച്ഛൻ ക്ഷണിക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചൊവ്വാഴ്ച ദിവസം
ഈ കോഴിക്കോട് ടൗണില് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളി, ഇന്ത്യയിൽ ആദ്യത്തെ റോമൻ കത്തോലിക്ക ദേവാലയം. റോമുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത് ഭാരത സഭയ്ക്ക് ഈ പള്ളിയാണ് ഇതിൻ്റെ ആരംഭം കുറിച്ചത്. മക്കളെ, ഈ പള്ളിയിലേക്ക് അച്ഛൻ ക്ഷണിക്കുക, അച്ഛനോടൊപ്പം പ്രാർത്ഥിക്കാം. നിങ്ങൾ ചൊവ്വാഴ്ച ദിവസം ഇവിടെ വന്നിട്ടുള്ള മക്കളോട് ചോദിച്ചു നോക്കണം, സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങണ അത്ഭുത ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയാണ്. ഭയങ്കര അനോയിൻറ്റിങ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അഭിഷേകം. പ്രിയപ്പെട്ടവരെ, ചൊവ്വാഴ്ച ദിവസം വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8:30 മണി വരെ തിരികെ ബസ് സ്റ്റാൻഡിലേക്ക്, റെയിൽവേ സ്റ്റേഷനിലേക്കും നിങ്ങളെ കൊണ്ടുപോയി ആക്കിത്തരും. ഇവിടെ താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്കാണ് താമസ സൗകര്യം ഒരുക്കാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിച്ചോ. അതോടൊപ്പം തന്നെ നിങ്ങൾ എഴുതിയിടുന്ന നിയോഗങ്ങൾ, മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ, കോൺവെന്റ് റോഡ്, കോഴിക്കോട് 32. നിങ്ങളുടെ ഓരോ നിയോഗങ്ങൾ എടുത്ത് പ്രാർത്ഥിച്ച് ചൊവ്വാഴ്ച ദിവസം വിശുദ്ധ അന്തോനീസിന്റെ അത്ഭുത തിരുശേഷിപ്പ് കൂടി അച്ഛൻ കൊണ്ടുവരും. അത്ഭുത തിരുശേഷിപ്പിന്റെ മുമ്പിൽ നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കും. മക്കളെ, നിങ്ങളെ ചൊവ്വാഴ്ച ദിവസത്തെ ഈ ദേവാലയത്തിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.